അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. 25ാമത്തെ പ്രോഫ്കോണിൻ്റെ ഇൻസ്പയർ ഇന്നോവേറ്റ് എന്ന സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വ്യത്യസ്ത ഭാഷകൾ നമ്മൾക്കിടയിലുണ്ട്. പക്ഷേ ഒരു പ്രോമിനൻ്റായി നമ്മളൊക്കെ പല വിഷയങ്ങളും പഠിക്കുന്നതും നമ്മുടെ അക്കാഡമിക്സിൽ ഉപയോഗിക്കുന്നതും ടെക്നോളജി ഡിസ്കസ് ചെയ്യുന്നതുമൊക്കെ പലപ്പോഴും ഇംഗ്ലീഷിലാണ്. പക്ഷേ ഇംഗ്ലീഷ് ആണ് അവിടെ ഒരു സ്ട്രോങ് ഭാഷ എന്ന് നിങ്ങൾ കരുതരുത്. കാരണം ഇസ്രയേലും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ വലിയൊരു ഭൂരിപക്ഷ ജനതയ്ക്ക് അവരുടെ മാതൃഭാഷയിൽ മദർ ടങ്ങിലാണ് ടെക്നോളജി ഉൾപ്പെടെയുള്ളത് പഠിപ്പിക്കപ്പെടുന്നത്. ഈവൻ ചൈനീസ് ഭാഷയിലേക്ക് അക്കാഡമിക് ജേർണലുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ വേഗം എന്ന് പറയുന്നത് ലൈറ്റ് സ്പീഡിലാണെന്ന് വരെ പറയുന്നതുണ്ട്. അപ്പോൾ ഇവിടെ ആളുകൾക്ക് കൂടുതൽ ഒരു വിഷയം മനസ്സിലാകുന്നത് അവരുടെ മദർ ടങ്ങിലാണെന്നുള്ളത് സയൻറ്റിഫിക്കലി ബാക്ക്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഇംഗ്ലീഷ് എന്നത് ലോകത്തൊരു 5-6% ആളുകൾ മാത്രം ഫസ്റ്റ് ലാംഗ്വേജായി അല്ലെങ്കിൽ മാതൃഭാഷയായി സംസാരിക്കുന്ന ഒരു ലാംഗ്വേജാണ്. വളരെ കോമൺ സെൻസാണ് വെർണാക്കുലർ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഇതര മദർ ടങ്സിന് ഒരു വലിയ റോളുണ്ട് നമ്മൾക്ക് വിഷയങ്ങൾ പഠിപ്പിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും. പക്ഷേ കോമൺ സെൻസ് വളരെ റെയർ ആണെന്ന് പറയുന്നത് പോലെ ആരും അധികം അവിടുത്തെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കിയിട്ടില്ല. ഓരോ ഓൺട്രപ്രണറും ഒരു പ്രോബ്ലം സോൾവറാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ആൾ, നമ്മളോട് ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ആൾ അങ്ങനെ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ, ടെക്നോളജിക്കലി സോൾവ് ചെയ്യാൻ, ഡിജിറ്റലി സോൾവ് ചെയ്യാൻ പരിശ്രമിക്കുകയും അത് ഇന്ന് ഒരു പ്രീ സീരീസ് 3.7 ആണെന്ന് തോന്നുന്നു, $1 മില്യൺ എത്തി നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമൊക്കെ എത്തി ഒരുപാട് ടേൺ ഓവറൊക്കെ ആയി വലിയ AR റേറ്റുമൊക്കെ എത്തി നിൽക്കുന്ന ഒരു കമ്പനിയുടെ CEO ആണ് നമ്മളോടൊപ്പം ഉള്ളത്, മുഹമ്മദ് ഹിസാമുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ എൻട്രിയും ആ ഒരു കമ്പനിയുമൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും. എങ്ങനെയാണ് ഈ ഓൺട്രപ്രണർഷിപ്പിലേക്ക് ചാടിയത്? ഇത് എൻ്റെ രണ്ടാമത്തെ കമ്പനിയാണ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് early 2010s ഞാൻ 2008 LBS എഞ്ചിനീയറിംഗ് കോളേജ് എന്ന കാസർഗോഡ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് കഴിയുമ്പോൾ ഒരു ഫൈനൽ ഇയർ പ്രോജക്റ്റായിട്ട് SMS ഗ്യാൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാനും എൻ്റെ 3 ഫ്രണ്ട്സും കൂടിയിട്ട് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ SMS ഗ്യാൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റാണ് നിങ്ങൾ കൺവേർട്ട് ചെയ്തത്? അതെ, നമ്മുടെ ഫൈനൽ ഇയർ കോളേജ് പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ SMS ഗ്യാൻ എന്ന് പറയുന്നത് ബേസിക്കലി അപ്പോൾ അറിയാലോ, early 2010s ആൾക്കാരിൽ ഈ സ്മാർട്ട് ഫോൺസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. 2G ഇങ്ങനെ നെറ്റ് കിട്ടുന്ന കാലമാണ്. 2G പോലും ഇല്ലാത്ത കാലം കുറേ ഫോൺസ് ഉണ്ടായിരുന്നു, റൈറ്റ്. അപ്പോൾ QWERTY കീപാഡ് ഉണ്ട്, അതിൽ നെറ്റിൻ്റെ ഓപ്ഷനേ ഇല്ല, റൈറ്റ്. കീപാഡുള്ള ഫോൺസ് ആയിരുന്നു, റൈറ്റ്. അപ്പോൾ അതിൽ SMS മാത്രമായിരുന്നു ഫെസിലിറ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങിയത് വിക്കിപീഡിയ ആർട്ടിക്കിൾസ് SMS കൊടുത്തിട്ടായിരുന്നു തുടങ്ങിയത്, റൈറ്റ്. അപ്പോൾ വിക്കിപീഡിയ ആർട്ടിക്കിൾസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സച്ചിൻ ടെണ്ടുൽക്കറിന് നമ്മുടെ ഒരു ഷോർട്ട് കോഡിലേക്ക് SMS അയച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആദ്യത്തെ വിക്കിപീഡിയയുടെ 160 ക്യാരക്ടേഴ്സ് അവർക്ക് കിട്ടും, റൈറ്റ്. എന്നിട്ട് റിപ്ലൈ വിത്ത് 1 അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആർട്ടിക്കിളും അങ്ങനെ ഒരു 10-20 വട്ടം റിപ്ലൈ 1 അടിച്ചു കഴിഞ്ഞാൽ ഒരു വിക്കിപീഡിയ ആർട്ടിക്കിൾ മൊത്തം SMS വായിക്കാൻ പറ്റും, റൈറ്റ്. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ അത് SMS ഒരു എഡ്യൂടെക് ആണ് ട്രൈ ചെയ്തിരുന്നത്, റൈറ്റ്. യെസ്, കൈൻഡ് ഓഫ് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു അത്. അപ്പോൾ അത് ക്യാമ്പസിൻ്റെ അകത്താണ് ആദ്യം ലോഞ്ച് ചെയ്തത്. അപ്പോൾ ക്യാമ്പസിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ഹിറ്റായി. അപ്പോൾ അത് പുറത്തും ലോഞ്ച് ചെയ്തു. പുറത്തും ഹിറ്റായി. അപ്പോൾ പിന്നെ ആദ്യം വിക്കിപീഡിയ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആൾക്കാർ കൂടുതൽ കൈൻഡ് ഓഫ് ക്വരീസ് ചോദിക്കാൻ തുടങ്ങി, റൈറ്റ്. ഇപ്പോൾ മൂവി റിവ്യൂസ്, ക്രിക്കറ്റ് സ്കോർസ്, ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ കുറേ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഓരോ ഫീച്ചർ ആഡ് ചെയ്തുകൊണ്ട് പോയി, റൈറ്റ്. എന്നിട്ട് ഇവൻച്വലി വി ഹാഡ് അറൌണ്ട് 35 to 40 ഡിഫറെൻറ്റ് കീവേഡ്സ്. ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഇന്റർനെറ്റിൽ എന്തും വേണമെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി, റൈറ്റ്. അപ്പോൾ ഒരു SMS Google. സോ വി വർ കോൾഡ് ദി ലാർജസ്റ്റ് ഓഫ്ലൈൻ സെർച്ച് എഞ്ചിൻ ഇൻ ദ വേൾഡ് ബൈ ദി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്. അപ്പോൾ ഗൂഗിൾ ഓൺലൈൻ സെർച്ച് എഞ്ചിൻ ആണല്ലോ, നമ്മളൊരു ഓഫ്ലൈൻ സെർച്ച് എഞ്ചിൻ ആയിരുന്നു. അപ്പോൾ വി ഇവൻച്വലി ഹാഡ് 10 മില്യൺ യൂസേഴ്സ് ഉണ്ടായിരുന്നു, 1 കോടി യൂസേഴ്സ് മൊത്തം. ആൻസർഡ് മോർ ദാൻ 100 മില്യൺ ക്വരീസ് അറൌണ്ട്. അതാണ് എൻ്റെ ഒരു കോളേജിലെ ഒരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റിനെ, ഫൈനൽ ഇയർ പ്രോജക്റ്റിനെ ഇത്ര വലിയൊരു യൂസർ ബേസിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു, റൈറ്റ്. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ ആദ്യം എൻ്റർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു ബേസിക്കലി. ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, റൈറ്റ്. അപ്പോൾ എല്ലാവരും 3-4 പേരും ഗൂഗിളിനൊക്കെ കണ്ടിട്ടാണ് അവരെ ഹീറോസ് ആയിട്ട് ഇൻസ്പയറിംഗ് ആയിട്ട് കണ്ട 2-3 പ്ലാറ്റ്ഫോംസ് ആയിരുന്നു. അപ്പോൾ അതിലൂടെ ഇങ്ങനെ എന്തെങ്കിലും സ്വന്തമായിട്ടൊന്നും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത് ഫൈനൽ ഇയർ പ്രൊജക്റ്റ് കമേഴ്ഷ്യലാക്കിയതാണ്. പിന്നെ 1 by 1 ഓരോന്ന് കണക്റ്റായി പോയി. അങ്ങനെ
അതിൻ്റെ ഒരു സ്കെയിലപ്പിലൊക്കെ ഇപ്പം ആക്സിലറേറ്റർ പോലുള്ള IIM അഹമ്മദാബാദ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിൽ നിന്നും എന്തൊക്കെ വാല്യൂ ആഡാണ് ഇത്തരം പ്രോഗ്രാംസ്? കാരണം ഒരു ഓണ്ടർപ്രണറിനെ ഷേപ്പ് ചെയ്യാൻ, കാരണം നമ്മൾ ഒരു ബിടെക് 4 കൊല്ലം ടെക്നോളജി മാത്രമാണ് പഠിക്കുന്നത്. പക്ഷേ വെൻ യു സ്റ്റാർട്ട് ഒരു കമ്പനി ഓൺ ചെയ്യാനും അത് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ യു ഹാവ് ഡൈവേഴ്സ് മാർക്കറ്റിംഗ്, സെയിൽസ്, HR, ഒരുപാട് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഹൗ ഇറ്റ് ഹെൽപ്പ് ചെയ്തോ അതോ എങ്ങനെയാണ് ഇത് ഈ ഒരു ഏരിയയിലേക്ക് വന്നത്? അതും ഒബ്വിയസ്ലി ഹെൽപ്ഫുൾ ആയിരുന്നു, റൈറ്റ്, അതിൽ യാതൊരു ക്വസ്റ്റനും ഇല്ല. പക്ഷെ അതിലേക്ക് എത്തിപ്പെടുന്നത് കൈൻഡ് ഓഫ് ഒരു ക്യൂരിയോസിറ്റിൻ്റെ അറൗണ്ട് ആണ്, റൈറ്റ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കുറേ വായിക്കുമായിരുന്നു, ലൈക്ക് കുറേ ആർട്ടിക്കിൾസ് വായിക്കും നെറ്റിൽ, ഇങ്ങനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത റിസോഴ്സൊക്കെ ഇങ്ങനെ വെറുതെ തപ്പി നോക്കും. അപ്പോൾ അതിലൂടെയൊക്കെ കൈൻഡ് ഓഫ് ഒരു ആക്സിഡൻ്റലി എത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആക്സിലേറ്റർ എന്ന് പറയുന്നത് റാൻഡംലി ഏതൊരു ട്വീറ്റ് കണ്ടതാണ്, റൈറ്റ്. അപ്പോൾ ട്വീറ്റ് കണ്ടിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തു, ലിങ്ക് കണ്ടിട്ട് അപ്ലൈ ചെയ്തു, അത് കിട്ടി. അപ്പോൾ ആ സമയത്തൊക്കെ വലിയ കാര്യമായിരുന്നു, റൈറ്റ്. IIM അഹമ്മദാബാദിൽ ഒരു ആക്സിലേറ്ററിൽ കയറാന്നൊക്കെ. നമ്മൾ ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജ് ആയിരുന്നു. അപ്പോൾ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ തന്നെ കിട്ടി. അപ്പോൾ അതിലൂടെ എനിക്ക് മനസ്സിലായത്, റൈറ്റ്, ഒന്നിനും ലൈക്ക് ഒരു ഡയറക്റ്റ് ഫോർമുല ഇല്ല, റൈറ്റ്. ഇപ്പോൾ ഒരു സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, റൈറ്റ്. ഒബ്വിയസ്ലി റെലവൻറ്റ് കാര്യങ്ങൾ ആയിരിക്കണം, ഡയറക്റ്റ്ലി റെലവൻറ്റ് അല്ലെങ്കിൽ പോലും ലൈക്ക് അറൗണ്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം റിസോഴ്സസ് ക്യൂരിയസ്ലി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടും, അതിലൂടെ എവിടെയെങ്കിലും എത്തിപ്പെടും, റൈറ്റ്. സോ ദാറ്റ്സ് ഹൗ വി റീച്ച്ഡ് IIM അഹമ്മദാബാദ്. പക്ഷേ ടോക്കിംഗ് അബൌട്ട് ദ സെക്കൻഡ് പാർട്ട്, അങ്ങനത്തെ റിസോഴ്സസ് യൂസ്ഫുൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ അല്ലാത്ത ആക്സിലറേറ്റേഴ്സും കുറേ ഉണ്ട്, റൈറ്റ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ആക്സിലറേറ്റേഴ്സും കുറേ ഉണ്ട്. അപ്പോൾ ആക്സിലറേറ്റേഴ്സിൻ്റെ കാര്യം മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ആക്സിലറേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഒബ്വിയസ്ലി വെരി യൂസ്ഫുൾ, റൈറ്റ്. സോ ആക്സിലറേറ്റർ ഇപ്പോൾ നമ്മൾ അഗൈൻ ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്സിലാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി അധികം ആൾക്കാരും ഒരു ബാക്ക്ഗ്രൗണ്ടോ അധികം നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്, റൈറ്റ്. ഇൻവെസ്റ്റേഴ്സിന് അറിയില്ല, അല്ലെങ്കിൽ അഡ്വൈസേഴ്സിന് അറിയില്ല, ഒന്നും അറിയില്ല, റൈറ്റ്. വെരി ഏർലിയാണ്, കണക്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ നല്ലൊരു ആക്സിലേറ്റർ കയറാൻ പറ്റിക്കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഇസ് യു ഗെറ്റ് എൻ എക്കോ സിസ്റ്റം ഓഫ് പാർട്ട്നേഴ്സ്, റൈറ്റ്. സോ അതിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവാം, അഡ്വൈസേഴ്സ് ഉണ്ടാവാം, ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാകും. അപ്പോൾ നല്ലൊരു ആക്സിലേറ്റർ കയറി പറ്റിക്കഴിഞ്ഞാൽ യു ഗെറ്റ് ആക്സസ് ടു ഓൾ ദീസ് പീപ്പിൾ. നമ്മളെ ഒരു ആക്സിലേറ്റർ ചൂസ് ചെയ്യുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു ആക്സിലേറ്റർ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എക്സാക്ട്ലി. അപ്പോൾ അത് കുറേ ആക്സിലേറ്റേഴ്സ് ഉണ്ട്, ഇപ്പോൾ ഇഷ്ടംപോലെ ആക്സിലേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം വർത്ത്ഫുൾ ആയിരിക്കില്ല, മേ ബി ലൈക്ക് 1 or 2% വിച്ച് ആർ വർത്ത്ഫുൾ. അതിൽ കയറി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യു ഗെറ്റ് എ ഫൗണ്ടേഷൻ, റൈറ്റ്. ഇപ്പോൾ നമ്മൾ 0 ഒരു ഫൗണ്ടേഷൻ്റെ മുകളിൽ നിന്നിട്ട് ഇറ്റ് ബിക്കംസ് ലൈക്ക് 5 or 10x ഈസിയർ ടു എക്സിക്യൂട്ട്. അങ്ങനെ ഒരു സക്സസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ടെക്നോളജിക്കൽ ഒരു റീപ്ലേസ്മെൻറ്റ് വന്നുകൊണ്ട് ഫസ്റ്റ് ഫെയിലുവേഴ്സ് ഫേസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ഒന്ന് പറയുമോ? അപ്പോൾ SMS GAN എന്ന് പറയുന്നത് അറൗണ്ട് 2010 മുതൽ 2013 വരെ റൺ ചെയ്തു. ആ സമയത്താണ് ഞാൻ പറഞ്ഞ പോലെ 10 million യൂസേഴ്സ് 100 million ക്വയറീസ് ആൻസർ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്താണ് വാട്സാപ്പ് വന്നത് സീനിലേക്ക്, റൈറ്റ്. അപ്പോൾ വാട്സാപ്പ് വന്നിട്ടാകുമ്പോൾ അറിയാലോ എല്ലാവരും SMS യൂസ് ചെയ്യുന്ന ട്രാഫിക് കുറഞ്ഞു, റൈറ്റ്. അപ്പോൾ ആ സമയത്ത് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി. വി ഹാഡ് ടു കൈൻഡ് ഓഫ് വൈൻഡ് അപ്പ് ദി സർവീസ് ആൻഡ് മൂവ് ഓൺ, റൈറ്റ്. അപ്പോൾ ലൈക്ക് വെരി യങ് 4 people, 4 പേരും യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അത്യാവശ്യം നല്ല കാശുണ്ടാക്കി. More than the earnings, the learnings that I got from SMS GAN was, if you solve a problem that affects a large number of people in India in a good way, you get a lot of users pretty quickly, right? So നമ്മുടെ ഇന്ത്യയിലെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത് ബേസിക്കലി ഇവിടുത്തെ പോപ്പുലേഷൻ ആണ്. വി 1.4 billion people and we are surrounded by problems, right? ഒരു പ്രോബ്ലം, നല്ലൊരു പ്രോബ്ലം that affects a large number of people, if you solve that using technology, you have the opportunity of scale, right? പെട്ടെന്ന് കുറേ യൂസേഴ്സിന് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി. അതാണ് SMS GANിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. കാരണം അഗൈൻ അവിടെ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെ എഫക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു. കുറേ ആളുകൾ QWERTY കീപാഡ് ഫോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ടെക്നോളജി വെച്ച് സോൾവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് 10 million യൂസേഴ്സ് എത്താൻ പറ്റി. അപ്പോൾ വാട്ട് എവർ I decided that when moving on from SMS GAN, നെക്സ്റ്റ് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഐ വുഡ് ഡു ഇറ്റ് ഇൻ ദ സെയിം തീം, റൈറ്റ്. സോ ഇന്ത്യയിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായി, ഇഷ്യൂസ് ദാറ്റ് എഫക്ട് പീപ്പിൾ. അപ്പോൾ അതിൻ്റെ അറൗണ്ട് ഏതെങ്കിലും ഒരു ഇഷ്യൂ പിക്ക് ചെയ്തിട്ട് സോൾവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എഡ്യൂക്കേഷനിലെത്തിയത്, റൈറ്റ്. സോ എഡ്യൂക്കേഷൻ വാസ് വൺ ഓഫ് ദ ടോപ്പ് ഇഷ്യൂസ്, ഇറ്റ്സ് സ്റ്റിൽ വൺ ഓഫ് ദ ടോപ്പ് ഇഷ്യൂസ്, റൈറ്റ്. അപ്പോൾ എഡ്യൂക്കേഷനിൽ നല്ല ഒരു പ്രോബ്ലം എടുത്തിട്ട് നല്ല രീതിയിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ന്യൂ ദാറ്റ് I had this gut that it would reach a large number of people pretty quickly. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എക്സാക്ട്ലി ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും എൻ്റെ co-founder രാഹുലും ഇനീഷ്യൽ ടീം മെമ്പേഴ്സ് എല്ലാവരും. ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ, അപ്പോൾ ഹൗ വാസ് ദ ഫാമിലി റിയാക്ഷൻ ടു ദ ഫെയിലുവർ? കാരണം പൊതുവിൽ ഇന്ന് മക്കൾ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്ക് കയറണം എന്നൊക്കെയുള്ള പ്രഷർ പൊതുവിലുള്ളവരാണ്. ഇപ്പോൾ നമ്മളെ കേൾക്കുന്നവരും ഒക്കെ ആ ഒരു പ്രഷർ ഫേസ് ചെയ്യുന്നവരാണ്, പ്ലേസ്ഡ് ആവണം പെട്ടെന്ന്. അപ്പോൾ ഹൗ വാസ് ദെയർ റിയാക്ഷൻ, ഹൗ ദേ ടുക്ക് ഇറ്റ്? അതൊരു ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഒരു സക്സസ്ഫുൾ ഫെയിലിയർ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെരി യങ് 23, 24, 25 years and we made good enough money. So അപ്പോൾ അത്യാവശ്യം കാശ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ they were happy, obviously happy. So
ആ ഒരു അത്യാവശ്യം ലൈക്ക് നല്ലൊരു ഫെയിലിയർ ആയതുകൊണ്ട് അവർക്ക് അറിഞ്ഞിട്ടില്ല അത് ആക്ച്വലി ഫെയിലിയർ ആണോ ഇല്ലെന്ന് പോലും അവർക്ക് അറിഞ്ഞില്ല, റൈറ്റ്? സോ അഗൈൻ ലൈക്ക് ഐ ഡോണ്ട് സീ ദാറ്റ് ആസ് എ ഫെയിലിയർ. ഒബ്വിയസ്ലി ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഫോർ മീ ഇൻ എന്റർപ്രണർഷിപ്പ്, റൈറ്റ്? സോ കോളേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റർപ്രണർഷിപ്പിൽ ഒരു കോഴ്സ് ചെയ്ത പോലെയാണ്, കോഴ്സ് അല്ല, ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് ലോങ് ജേർണി. അപ്പോൾ അത് ഒരു ഒബ്വിയസ്ലി ഒരു ബൂസ്റ്റ് പോലെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ലൈക്ക് റൈറ്റ് പ്ലാറ്റ്ഫോം ടു സ്റ്റാർട്ട് മൈ നെക്സ്റ്റ് തിങ്, റൈറ്റ്? സോ അഗൈൻ ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും ഏർണിങ്സ് ആൻഡ് ലേണിംഗ് വൈസ്, റൈറ്റ്? സോ അങ്ങനെയാണ് അത് മുമ്പോട്ട് പോയത്. പറഞ്ഞ പാർട്ട്നേഴ്സ്, സോ എൻട്രി ലൈക്ക് ആസ് ഐ മെൻഷൻ എഡ്യൂക്കേഷനിലൊന്ന് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ co-founder രാഹുലും ബാക്കിയുള്ള ഇനീഷ്യൽ മെമ്പേഴ്സും എല്ലാവരും കേരളത്തിൽ നിന്ന് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ ആൾക്കാരായിരുന്നു, റൈറ്റ്? അപ്പോൾ നമ്മളെല്ലാവരും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതാണ്, റൈറ്റ്? ആ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 years ബാക്ക്, റൈറ്റ്? സോ കുറച്ചും കൂടി ബാക്ക്, ലൈക്ക് 8 years or 9 years ബാക്ക്. സോ എല്ലാവർക്കും അറിയാം ലൈക്ക് വാട്ട് ദി റിയൽ പ്രോബ്ലംസ് ആയിട്ട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, റൈറ്റ്? സോ അപ്പോൾ ഒരു 50-60 പേര് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്തുണ്ടാവും. അതിൽ 5-10 ആൾക്കാർക്ക് ആക്ച്വലി അവിടുത്തെ ടീച്ചിങ്ങിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ, റൈറ്റ്? ആദ്യത്തെ 1 or 2 ബാച്ചസ് ബേസിക്കലി ഏറ്റവും ബേസിക്കലി അവർക്ക് എൻജോയ് ചെയ്യാനും പറ്റും, ലൈക്ക് പഠിത്തം എന്താണ് ലൈക്ക് അവർക്കാണ് എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ള ലൈക്ക് 50 or odd students ആർ ലൈക്ക് ഇഗ്നോർഡ്, റൈറ്റ്? സോ ആ ഒരു പ്രോബ്ലം ടെക്നോളജി വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എല്ലാവരും, നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പോൾ ടെക്നോളജി വെച്ചിട്ട് എല്ലാവർക്കും പേഴ്സണലൈസ് ലേണിംഗ് കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു റിയലൈസേഷനും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ള റിയലൈസേഷൻ കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എൻട്രി തുടങ്ങിയത്. അപ്പോൾ ആദ്യം തുടങ്ങിയത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു B2B ടൂളായിരുന്നു, ഒരു ഡാഷ്ബോർഡായിരുന്നു. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിന് സ്റ്റുഡൻസിന് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാം ഡാഷ്ബോർഡിൽ നിന്ന്. സ്റ്റുഡൻസിന് മൊബൈലിലൂടെ എക്സാംസ് കിട്ടും. അപ്പോൾ സ്റ്റുഡൻസ് മൊബൈലിലൂടെ എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് അതിൻ്റെ അനാലിറ്റിക്സും ഇതൊക്കെ കിട്ടും. അപ്പോൾ ടീച്ചേഴ്സിന് അവിടുത്തെ ലേണിംഗ് ആൻഡ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായിരുന്നു. വി റാൻ ദാറ്റ് ഫ്രം 2015-2017 ആൻഡ് ലൈക്ക് വലിയ ട്രാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. 2 വർഷം ഓടിച്ചിട്ട് അറൗണ്ട് 3000 സ്റ്റുഡൻസും അറൗണ്ട് ഒരു 150 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ദാറ്റ്സ് വെൻ വി കുഡൻ സ്കെയിൽ ഇറ്റ് ബിയോണ്ട് ദാറ്റ്. അപ്പോഴാണ് നമ്മൾ വി സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ചേഞ്ച്, റൈറ്റ്? പൈവട്ട്. അവിടെയാണ് നമ്മളിപ്പം എപ്പോഴും ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുന്നത്. ഇപ്പം നമ്മൾ കേൾക്കുന്ന ആൾക്കാരും അങ്ങനത്തെ തോട്ട്സ് ഉള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചാലും അവർ അല്ലെങ്കിൽ ആരാണെങ്കിലും അവർ വിചാരിക്കും അവരുടെ ബേബി ഈസ് ദ വേൾഡ് ബെസ്റ്റ് ബേബി എന്നുള്ള, അതെല്ലാവർക്കും ആവശ്യമുള്ള ബേബിയാണ്, എല്ലാവർക്കും അതിനെ വേണം എന്നുള്ള ഒരു തോട്ടിലാണ് അവർ ഉണ്ടാക്കുന്നത്. ഒരിക്കലും കസ്റ്റമറിൻ്റെ പേഴ്സോണ, കസ്റ്റമർ എന്താണ് വേണ്ടത്, മെനി ഓഫ് ദ ടൈംസ് കസ്റ്റമറോട് ചോദിച്ചാൽ കസ്റ്റമറിന് അറിയണമെന്നില്ല എന്താ വേണ്ടതെന്ന്. അപ്പം അങ്ങനെയുള്ള വാലിഡേഷനുകൾ, ഒരു മാർക്കറ്റ് വാലിഡേഷനുകളൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നത്? ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? റൈറ്റ്, നല്ല ചോദ്യമാണ്, വെരി റെലവൻറ്റ് ചോദ്യമാണ്. ആ സമയത്ത് ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോൾ ലൈക്ക് തിങ്കിങ് ബാക്ക്, കണക്ടിങ് ദ ഡോട്ട്സ്, കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നെ ഇഫ് ഐ സ്റ്റാർട്ട് എനിത്തിങ് നെക്സ്റ്റ് ഐ വുഡ് ഡു ദാറ്റ്, റൈറ്റ്? സോ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലൈക്ക് ഏർലി സ്റ്റേജ് ഫൗണ്ടേഴ്സ്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ എക്സാക്ട്ലി ശരിയാണ്. ആൾക്കാർ ഇപ്പോൾ ഇന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നാളെ തന്നെ പോയി തുടങ്ങും, റൈറ്റ്? അപ്പോൾ കുറേ ടൈമും റിസോഴ്സും കാശൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വിത്തൗട്ട് വാലിഡേറ്റിംഗ് ഇറ്റ് പെട്ടെന്ന് തുടങ്ങും. അപ്പോൾ ഐ വുഡ് സജസ്റ്റ് ബേസിക്കലി മേ ബി ഒരു 3 or 6 months അതൊരു സൈഡ് പ്രോജക്റ്റ് ആയിട്ട് റൺ ചെയ്തിട്ട് അത് ലൈക്ക് അതിൻ്റെ ഒരു MVP ഇറക്കിയിട്ട് ഏറ്റവും മിനിമം റിസോഴ്സസും ടൈമും സ്പെൻഡ് ചെയ്തിട്ട് അത് ബിൽഡ് ചെയ്തിട്ട് അത് മാർക്കറ്റിലോട്ട് ഇറക്കിയിട്ട് അത് യൂസേജ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം അതിലേക്ക് ലൈക്ക് ഫണ്ട് റേസിങ്ങോ അല്ലെങ്കിൽ ടീം ബിൽഡ് ചെയ്യുന്നതോ അങ്ങനെ കൂടുതൽ റിസോഴ്സസ് സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ഇനീഷ്യൽ വാലിഡേഷന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, റൈറ്റ്? സോ ഒരു നല്ലൊരു എക്സാമ്പിൾ പറയണ ഡൺസോ എന്ന് പറഞ്ഞ ആപ്പ് കേട്ടിട്ടുണ്ടോ? ലൈക്ക് ബാംഗ്ലൂരൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡെലിവറി ആപ്പാണ്, റൈറ്റ്? അപ്പോൾ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അവർ ആദ്യം തുടങ്ങിയത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണ്, റൈറ്റ്? വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ആൾക്കാർ 100-200 ആൾക്കാർ ആഡ് ചെയ്തു. എന്നിട്ട് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആവശ്യമുള്ളത് അവർ ഡെലിവറി ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ അറൗണ്ട് തന്നെ ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട് വിതൗട്ട് ആക്ച്വലി ബിൽഡിംഗ് എനിത്തിങ്. നമ്മുടെ ഓൾറെഡി ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഫുഡ് ടു ടേബിൾ, നല്ലൊരു എക്സാമ്പിൾ. ഫുഡ് ടു ടേബിൾ ഒരു US ആപ്പ്. നമ്മൾ ഫുഡ് എന്താണോ വേണ്ടത്, ആക്ച്വലി പിന്നെ നമ്മൾ ഒരു വീക്കിലുണ്ടാക്കുന്ന ഭക്ഷണം അതിലിട്ട് കഴിഞ്ഞാൽ അവർ ഫുൾ ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ. ഫസ്റ്റ് ഇവർ തുടങ്ങിയത് CEO വെൻ ടു ദ സൂപ്പർ മാർക്കറ്റ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു കസ്റ്റമറിന് ഒരാൾ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ടെന്ന്, ദേ ഡോണ്ട് ഹാവ് എനി പ്രോഡക്റ്റ്. എന്നിട്ട് ജസ്റ്റ് CEO ആൻഡ് അനദർ ഗൈ ഫിസിക്കലി ഇത് ചെയ്തു. ഫിസിക്കലി ചെയ്തിട്ട് ഈ പേയിങ് $9.something മന്ത്ലി. എത്ര നാൾ ചെയ്യണമെന്ന് നോക്കി ദെൻ ദേ സ്റ്റാർട്ട് പ്രൊഡ്യൂസിംഗ് ടെക്നോളജി. അത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇത് കാണുമ്പോൾ മാനുവൽ ആയിരിക്കും, സ്കെയിലബിൾ ആയിരിക്കില്ല. പക്ഷേ ആദ്യം അങ്ങനത്തെ മാനുവൽ കാര്യങ്ങൾ ചെയ്തിട്ട് ലൈക്ക് ഒന്നും ബിൽഡ് ചെയ്യാതെ മിനിമം ആയിട്ട് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അറൗണ്ട് ഡാറ്റ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് 200 ആൾക്കാർ അതിൽ വന്നു, അതിൽ 10 പേര് പേ ചെയ്തു, അല്ലെങ്കിൽ 20 പേ ചെയ്തു, ഇത്ര റവന്യൂ വന്ന് എത്രയാണ് ചിലവായത് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കുറേ ഡാറ്റ കിട്ടും അങ്ങനെ മാനുവൽ ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് അതിൻ്റെ അറൗണ്ട് ഇങ്ങനെ വേറെയും പണിയുണ്ട്. ലൈക്ക് മാർക്കറ്റ് സൈസ് നോക്കണം. ഇപ്പോൾ മൊത്തം മാർക്കറ്റ് സൈസ് ആകെ 1 ലക്ഷം ആൾക്കാർ മാത്രമേ ഉണ്ടെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് വർത്ത് ലോഞ്ചിങ്, റൈറ്റ്? സോ ചെറിയ അതർവൈസ് ഇറ്റ് ഈസ് എ നിഷ് പ്രോഡക്റ്റ്.
റൈറ്റ്. ആ 1,50,000 ആൾക്കാർ വാങ്ങണമെങ്കിൽ ഓക്കെ, ഇവൻ തന്നെ ഐ വുഡ് റെക്കമെൻഡ് ഇറ്റ്. പക്ഷേ ലൈക്ക് ബിഗ് എനഫ് മാർക്കറ്റ് സൈസ് ആണ്. പക്ഷേ ബേസിക് സാധനം അതാണ്, ആദ്യം തന്നെ കുറേ കാശ് സ്പെൻഡ് ചെയ്യാതെ, കുറേ ടൈം സ്പെൻഡ് ചെയ്യാതെ, ലൈക്ക് എന്തെങ്കിലും മിനിമം ലൈക്ക് MVP ഇസ് ദ റൈറ്റ് വേർഡ്, മിനിമം വയബിൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിട്ട് എന്തെങ്കിലും വാലിഡേറ്റ് ചെയ്തിട്ട് ലൈക്ക് എന്നാൽ മാത്രമേ അത് ഓക്കെ വാലിഡേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ. ഒരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി. റൈറ്റ്. അപ്പോൾ അത് എഗെയിൻ ഗോയിങ് ബാക്ക് അഗെയിൻ ടു അവർ സ്റ്റോറി, ഞങ്ങൾ അതൊന്നും ചെയ്തിരുന്നില്ല. റൈറ്റ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ലൈക്ക് മേ ബി ഐ ഡോണ്ട് നോ, ലൈക്ക് റെട്രോസ്പെക്റ്റീവ്ലി കുറേ കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ ആ ഫസ്റ്റ് 2 years ആ B2B കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അത് ട്രൈ ചെയ്തുകൊണ്ടാണ് മറ്റത് നമ്മൾ സ്റ്റംബിൾ അപ്പോൺ ചെയ്തത്. റൈറ്റ്. അപ്പോൾ എഗെയിൻ ലുക്കിംഗ് ബാക്ക് എവറിത്തിങ് ഇസ് ഫൈൻ, ബട്ട് ഇഫ് ഐ ഹാവ് ടു ചേഞ്ച് വൺ തിങ് ദാറ്റ് വുഡ് ബി ഒബ്വിയസ്ലി വൺ തിങ്. അപ്പം അവിടെ നിന്ന് എങ്ങനെയാണ് ഈ ലോക്കൽ ലാംഗ്വേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നതും അതിലേക്ക് ഇറങ്ങുന്നതും? റൈറ്റ്. അതും എഗെയിൻ ഒരു സൈഡിൽ അറിയായിരുന്നു ലൈക്ക് ലോക്കൽ ലാംഗ്വേജിന് ഇനി റെലവൻസ് ഉണ്ട് എന്നുള്ളത്. പിന്നെ മറ്റേ സൈഡിലേക്ക് അതൊരു കൈൻഡ് ഓഫ് ഒരു ആക്സിഡൻ്റൽ ഡിസ്കവറി ആയിരുന്നു. റൈറ്റ്. സോ നമ്മൾ ഈ B2B സമയത്ത് ഞാൻ ലൈക്ക് ഐ പേഴ്സണലി might have visited like around 150 to 200 coaching institutes across Kerala, right? കേരളത്തിലും ലൈക്ക് ഈവൻ കർണാടകയിലും കുറേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്നു, കർണാടക തമിഴ്നാട്ടിൽ. അപ്പോൾ അവിടെയൊക്കെ അഗെയിൻ B2B ആ ടൂൾ വെക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ആ ടൂൾ ആ വിസിറ്റ്സിൻ്റെ സമയത്ത് എനിക്ക് ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് എക്സാംസിന് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഐ സോ ലൈക്ക് 10 or even 20x ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫോർ ദീസ് ലോക്കൽ ലാംഗ്വേജ് എക്സാംസ്. ഈ PSC ആയിക്കോട്ടെ, സ്പോക്കൺ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ RRB ആയിക്കോട്ടെ, ഗവൺമെൻറ് ജോബ് എക്സാംസ് ആയിക്കോട്ടെ, അതിനൊക്കെ ഇതിനെക്കാട്ടി 10 ഇരട്ടിയോ 20 ഇരട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഞാൻ കാണുമായിരുന്നു. അപ്പോൾ ഐ ന്യൂ ദാറ്റ് ദർ വാസ് എ ഹ്യൂജ് മാർക്കറ്റ്, ലൈക്ക് എ ബിഗർ മാർക്കറ്റ് ദാൻ ദിസ് ഫോർ ദാറ്റ്. അങ്ങനെ ആ ഒരു ഗട്ട് ഇംപ്രഷൻ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്തത്. ആദ്യം കേരള PSCക്ക് വേണ്ടിയിട്ട് ഒരു മോക്ക് എക്സാംസ് ആണ് ലോഞ്ച് ചെയ്തത്. ആൻഡ് ദെൻ ഇറ്റ് സ്റ്റാർട്ട് ടേക്കിംഗ് ഓഫ്. റൈറ്റ്. സോ ആ ഒരു കണ്ടിട്ടുള്ള പരിചയവും പിന്നെ ഇപ്പോൾ സൈഡിലുള്ള ഒരു ലോക്കൽ ലാംഗ്വേജ് ഈസ് ഹോട്ട് എന്നുള്ള ഒരു ട്രെൻഡ് ഉണ്ടായിരുന്ന സമയത്ത് ട്രെൻഡ് ലൈക്ക് ലിറ്റിൽ ലേറ്റർ 2007. മലയാളികൾ പൊതുവെ ഒരു ഇംഗ്ലീഷ് ഒരു അഫിനിറ്റി ഉണ്ടെന്നോ? പക്ഷേ കേരള PSC മൊത്തം മലയാളത്തിലാണ് എക്സാം. മലയാളത്തിലാണ് 100 ക്വസ്റ്റ്യൻസിൽ 80 മലയാളത്തിലാണ്. സോ ഓബ്വിയസ്ലി ഇറ്റ് ഹാഡ് ടു ബി ഇൻ മലയാളം. സോ മലയാളത്തിലാണ് ആദ്യത്തെ കോഴ്സ് ഇറക്കിയത്. പിന്നെ ദെൻ വി കെയിം ടു റിയലൈസ് ദാറ്റ് ഇതുപോലത്തെ മലയാളത്തിൽ തന്നെ 30-40 എക്സാംസ് ഉണ്ട്. അപ്പം ഒരു സക്സസ്ഫുൾ കമ്പനിയിൽ നിന്നും ഒരു സക്സസ്ഫുൾ കമ്പനി, യു മേഡ് മണി, ദെൻ യു സ്റ്റാർട്ടഡ് എ കമ്പനി, സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്തു? കർണാടകത്തിലും എല്ലാം പോയി യു മീറ്റ് ദ റിയൽ യൂസർ. അന്നത്തെ നിങ്ങളുടെ റിയൽ യൂസർ നിങ്ങൾ കണ്ടു. സോ അത് നമുക്ക് ഒരു പിക്ചറും കൂടെ തരികയാണ്. ഡെപിക്റ്റഡ് പിക്ചർ, ദ ഷോക്കേസ്ഡ് ഓണ്ടർപ്രണർഷിപ്പ് AC റൂമിലിരുന്ന് AC കാറിലേക്കല്ല. ദർ ആർ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ആൻഡ് ട്രബിൾസ് ലൈക്ക് ദിസ്. അപ്പം പക്ഷെ അതാണല്ലോ അപ്പോൾ ഒരു കസ്റ്റമറിനോട് ഇടപെടുന്നത് ടീച്ച് യു ലോട്ട്. റൈറ്റ്. ആ ഒരു ഇൻട്രാക്ഷൻ ഇപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ബേസിക്കലി നമ്മുടെ യൂസർ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എൻട്രീൻ്റെ അകത്തൊരു ഫംഗ്ഷൻ തന്നെയുണ്ട്. ദർ ആർ ലൈക്ക് 10 people in that function. അപ്പോൾ യൂസർ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി കസ്റ്റമർ കെയർ എന്നാണ് നമ്മൾ യൂസർ ഹാപ്പിനെസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ദെയർ ജോബ് ഈസ് ജസ്റ്റ് ടു മേക്ക് അവർ യൂസേഴ്സ് ഹാപ്പി. അവരുടെ ഇഷ്യൂസ് ഫിക്സ് ചെയ്യണം, അവർക്ക് എൻഗേജ് ചെയ്യണം, അവർക്ക് ഗിഫ്റ്റ്സ് കൊടുക്കണം, അങ്ങനത്തെ ഹാപ്പിനെസ് സീനാണ്. അപ്പോൾ ആ ടീമുമായിട്ട് അത്യാവശ്യം ക്ലോസ് ആണ് ഞാൻ. അപ്പോൾ ബേസിക്കലി അവരിൽ നിന്ന് കോൺസ്റ്റൻ്റ്ലി ഫീഡ്ബാക്ക് കിട്ടും. വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അവർ ഡെയിലി റിവ്യൂസ് ഇടും, വീഡിയോ റിവ്യൂസ് ഇടും. കുറേ ആൾ ഇംഗ്ലീഷ് പഠിച്ചെന്ന് റിവ്യൂ ഇടും, കുറേ ആൾ ജോലി കിട്ടിയെന്നുള്ള റിവ്യൂ ഇടും. അപ്പോൾ അതുവഴി ലൈക്ക് ഐ എം വെരി ക്ലോസ്. അതർവൈസ് ഡയറക്റ്റ് യൂസേഴ്സിനോട് സംസാരിക്കുന്നത് കുറച്ച് കുറവാണ്. എന്നാൽ പോലും ഐ എം ഇൻ ടച്ച് വിത്ത് ദി റിയാലിറ്റി. ഈവൻ അപ്ഗ്രാഡിൻ്റെ CEO he was under aluminium. He actually share his Arjun Devendra. So what he did was actually WhatsApp the end user send him WhatsApp message, right. And he shares that actually. He is constantly in touch with. He was not the founder, but still he is in touch. I think that's very important. I mean, completely on the same page. I mean, users എന്താണ് വേണ്ടതെന്ന് അറിയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. I do it in an indirect way, but I'm in touch with users. Yes, that's great. അപ്പം അവിടെ നിന്നും ഇപ്പം ഇതൊരു വലിയ ഒരു എഡ്യൂടെക് എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റാണ്. സോ ഇതിൽ ഇപ്പം ഇതിൽ നമ്മളെ കേൾക്കുന്നതിൽ ദർ ആർ മെഡിക്കൽ സ്റ്റുഡൻസ്, ദർ ആർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, ദർ ആർ ഈവൻ ആർക്കിടെക്ചർ സ്റ്റുഡൻസ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റുഡൻസ്. അവരൊക്കെ ഏരിയയിലുള്ളൊരു പെയിനുമായിട്ട് അവർ പോകുമ്പം വൺ ഓഫ് ദ ടഫ് മാർക്കറ്റ് കോമ്പറ്റീഷൻ ഉള്ളൊരു ഏരിയയാണ് എഡ്യൂടെക്. ഓക്കെ, അപ്പം അത് അവിടെ ഒരു മാർക്കറ്റിംഗ് തന്നെ വലിയൊരു ഒരു ലോകമാണ്. അപ്പം ഹൗ യു അപ്രോച്ച് ഇറ്റ്, എന്തൊക്കെയായിരിക്കും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എല്ലാവർക്കും ഈ ഡിഫറെൻറ്റ് ടൈപ്പിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിൽക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലൊന്ന് ഷെയർ ചെയ്യുമോ? അപ്പോൾ again like looking at an early stage perspective, ഇപ്പോൾ again എൻട്രീൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്ന സമയത്തും വലിയ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോഴും വലിയ പ്ലെയേഴ്സ് ഉണ്ട്, റൈറ്റ്? സോ ഇപ്പോൾ നമ്മൾ പിക്ക് ചെയ്തത് ഒരു നിച്ച്
മാർക്കറ്റാണ് റൈറ്റ്. സോ ഒരു എക്സാം മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്ത LDC എന്ന് പറഞ്ഞ കേരള PSC LDC മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ വാട്ട് പീപ്പിൾ ക്യാൻ ഡു ഇസ് ഈവൻ ഇഫ് ദർ ആർ ലൈക്ക് ബിഗർ പ്ലേയേഴ്സ് ഇൻ ദാറ്റ് സെഗ്മെന്റ്, ഒരു പർട്ടിക്കുലർ കാറ്റഗറി ചെറിയ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ആൻഡ് സോൾവ് എ പ്രോബ്ലം ഫോർ ദം വെരി വെരി നൈസ്ലി, യു ക്യാൻ സ്റ്റിൽ ഹാവ് എ ഗുഡ് സ്റ്റാർട്ട് റൈറ്റ്. സോ ഇന്ത്യയിലെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവൻ ഇഫ് യു പിക്ക് എ സ്മോൾ കാറ്റഗറി ദാറ്റ് വിൽ ബി എ ഹ്യൂജ് നമ്പർ റൈറ്റ്. സോ കേരള PSC LDC എന്ന് പറഞ്ഞാൽ 20 ലക്ഷം ആൾക്കാർ എഴുതുന്നുണ്ട് റൈറ്റ്. അപ്പോൾ 20 ലക്ഷം ഒരു മാർക്കറ്റ് ഒരു നല്ലൊരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ ഇറ്റ്സ് വർത്ത് ഫുൾ റൈറ്റ്. സോ നമ്മൾ അങ്ങനെ തുടങ്ങി ആ കാറ്റഗറിക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തു ആൻഡ് ദെൻ വി ഡൈവേഴ്സിഫൈഡ് റൈറ്റ്. സോ ദിസ് ഫോർമുല ക്യാൻ ബി അപ്ലൈ ടു എനി സെഗ്മെന്റ് എനി മാർക്കറ്റ് റൈറ്റ്. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും ഫിൻടെക് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിലും യു ക്യാൻ അപ്ലൈ ദിസ് ഫോർമുല ടു എ സ്മോൾ സെഗ്മെന്റ് ഓഫ് എ മാർക്കറ്റ് ആൻഡ് ബിക്കം ദ ബെസ്റ്റ് ഇൻ ദാറ്റ് ആൻഡ് ദെൻ ഡൈവേഴ്സിഫൈ. ആ ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് ആ സമയത്ത് നല്ല ട്രാക്ഷൻ ഉണ്ടാവും, നല്ല മേ ബി ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യാൻ പറ്റും ആൻഡ് ദെൻ ഡൈവേഴ്സിഫൈ. ഐ തിങ്ക് ദാറ്റ്സ് വൺ തിങ് ദാറ്റ് എനി ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ക്യാൻ ഡു ഈവൻ ഇഫ് ദർ ആർ ബിഗർ പ്ലേയേഴ്സ് ഇൻ ദാറ്റ് മാർക്കറ്റ്. ഈ ഒരു മൊമെന്റ് ഇതൊക്കെ പറയുമ്പം യുവർ തിയറീസ് ആൻഡ് യുവർ തോട്ട്സ് ആർ വാലിഡേറ്റഡ് വിത്ത് ദ മാർക്കറ്റ് റിസൾട്ട്സ് ആൻഡ് യുവർ നമ്പേഴ്സ് ആക്ച്വലി. പക്ഷേ ഇതിന് മുമ്പ് വെൻ യു മീറ്റ് എ ഇൻവെസ്റ്റർ ആൻഡ് ഗീവ് ഹിം എ പിച്ച്, ഇപ്പോൾ പിച്ച് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി എന്ന് പറയാണ്, യു ഗീവ് എ പിച്ച് ഫ്യൂ സ്ലൈഡ്സ് 7, 8, 9 slides and you are presenting your whole idea within a 10 or some minutes and get them convinced that you are worth spending more time with. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നല്ല അതിൻ്റെ അർത്ഥം, they will talk to you, start a talk with you. അപ്പം how you convince the investor in the initial phase? Right. So initial phase like obviously tougher ആയിരുന്നു. Again 2015 2017 സമയത്ത് B2B tool റൺ ചെയ്യുന്ന സമയത്ത് we couldn't raise much money. So we started with raising from family and friends. കുറച്ച് കാശ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൽ നിന്ന് റേസ് ചെയ്തിരുന്നു. 2015 2017 was hard. ഇൻവെസ്റ്റ്മെന്റ് ഒന്നും റേസ് ചെയ്യാൻ പറ്റില്ല because we did not have a good story right. So on the other side numbers ഒന്നും കൂടുന്നുണ്ടായിരുന്നില്ല, B2B attractive ആയിരുന്നില്ല ആ സമയത്ത്. So I think there are two parts to it. One is the process part and the other is the story part right. Story part എന്ന് പറയുമ്പോൾ I'll start with the second part. Story part എന്ന് പറയുമ്പോൾ initially again I'm talking from an early stage founders perspective, ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് the story has to be really really good right. So story എന്ന് പറയുമ്പോൾ ഞാൻ basically നമ്മൾ സ്റ്റോറി ബുക്കിലുള്ള സ്റ്റോറി അല്ല, നമ്മുടെ ആ ബിസിനസിൻ്റെ സ്റ്റോറി ഹാസ് ടു ബി റിയലി ഗുഡ് ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് കമ്പണീസ് ടു ദാറ്റ് സ്റ്റോറി റൈറ്റ്. സോ obviously നമ്മുടെ ഐഡിയൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ again there are other things connected to that thing, like for example market size, നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും എവിഡൻസ് ഓൾറെഡി ആൾക്കാർ പേ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഡിഫറെൻറ്റ് ഇതേ സെഗ്മെൻറ്റിൽ ഫോർ എക്സാമ്പിൾ വെൻട്രീൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൾറെഡി കാശ് കൊടുത്തുണ്ടായിരുന്നു 10,000 20,000 30,000 രൂപ. സോ ഐ കുഡ് സോ എനി വൺ കുഡ് ലൈക്ക് കം ആൻഡ് സേ ഓക്കെ അവിടെ ആൾക്കാർ 30,000 ഓൾറെഡി പെർ ഇയർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇഫ് ഐ കുഡ് provide them a digital solution which is better than their offline experience, he at a lower price, say 5,000 rupees, he will pay for it right. So our validation already offline ഉണ്ട് and people are already seeing that offline things are being disrupted right. So അപ്പോൾ അതിലേക്ക് നൈസ് ആയിട്ട് ഇത് പ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ like that becomes a good story right. So അതുപോലെ തന്നെ മാർക്കറ്റ് സൈസ് right, it's very very important that investors see this as like a $1 billion company or a $500 million company. അപ്പോൾ അതിന് ആ മാർക്കറ്റ് സൈസ് കാണിച്ചു കൊടുക്കണം. അവിടെയും ഉള്ളൊരു ഒരു ഉപചോദ്യമാണ് ചോദിക്കുന്നത്. വെൻ യു നമ്മൾ ഇനിഷ്യൽ ഫേസിൽ വെൻ യു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് 100s and 200s എന്ന് പറയുന്നൊക്കെ നമ്പറുള്ള കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ ഡെയിലി യു ഹാവ് എ സെയിൽസ് മീറ്റിംഗ് ഓഫ് 20 പീപ്പിളെ ഓൺ ബോർഡ് ചെയ്തതിൻ്റെ സെയിൽസ് മീറ്റിംഗ് നടക്കുമ്പം you are talking about lakhs of people onboarding in a pitch. Right. So our mindset, how you അതാണല്ലോ സ്റ്റോറി ടെല്ലിംഗ്. ഇല്ലാത്ത സംഭവം സ്റ്റോറി കാണിക്കുന്നത് റൈറ്റ്. സോ that's what is really important. That's why the quality of the story is very very important right. അപ്പോൾ സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിൽ വെരി ഇൻസൈറ്റ്ഫുൾ ആയിരിക്കണം, നമ്പേഴ്സ് ഉണ്ടാവണം. Investors should feel that the founder understands the numbers inside out right. ഓരോ നമ്പർ and they love numbers also. Yeah right. അവര് ഫൗണ്ടേഴ്സ് പറയുമ്പോൾ അറിയണം ഓക്കെ ദിസ് ഗൈ നോസ് ഹിസ് സ്റ്റഫ് റൈറ്റ്. അപ്പോൾ നോസ് ഹിസ് സ്റ്റഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോകത്തെ മൊത്തം കാര്യം അറിയണമെന്നല്ല, ലൈക്ക് നമ്മുടെ ബിസിനസിനെ കുറിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ആളായി മാറണം, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് നമ്പേഴ്സ് നമ്മൾ ഡീപ്ലി ഒബ്സസ്ഡ് ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും റൈറ്റ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് പിച്ച് ടെക്ക്. ആ പിച്ച് ടെക്കിൽ എങ്ങനെയാണ് സ്റ്റോറി ആ ഫ്ലോ കൊണ്ടുപോകുന്നത്, അത് നന്നായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഡിഫറെൻറ്റ് ലൈക്ക് ഇറ്റ്സ് വെരി വെൽ നോൺ ഈ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് ലൈക്ക് നെറ്റിൽ റിസർച്ച് ചെയ്ത് ഞാൻ കിട്ടുന്നതാണ്. ആ ഓരോ കമ്പണൻറ്റിലും നമ്പർ വൈസ് സ്ട്രോങ് ആയി കഴിഞ്ഞാലും ആ റിസർച്ച് ഒക്കെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ യു ക്യാൻ ബിൽഡ് എ വെരി ഗുഡ് സ്റ്റോറി റൈറ്റ്. സോ ദാറ്റ്സ് അത് സ്റ്റോറി എന്ന് പറയുന്നത് ലൈക്ക് വെൻ യു റേസ് യുവർ ഫസ്റ്റ് റൗണ്ട് സീഡ് റൗണ്ട് ഓർ ലൈക്ക് അറ്റ് മാക്സ്
പ്രീ സീരീസ് എ വരെ നമുക്ക് സ്റ്റോറി പറയാം. പക്ഷേ സ്റ്റോറി പറഞ്ഞിട്ട് ഒരു $1 million $2 million വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ പോകുമ്പോൾ സ്റ്റോറി നടക്കില്ല. വിൽ ഹാവ് ടു ഷോ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്. You have to show the graph. Exactly. So basically ഇത് നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റോറി റിയാലിറ്റി ആക്കി കാണിക്കണം, റൈറ്റ്? ഇപ്പോൾ അടുത്ത 18 മാസത്തിൽ ഇത്ര കോടി റവന്യൂ അല്ലെങ്കിൽ ഇത്ര $1 million എത്തും എന്ന് പറയുന്നത് അത് അത്ര എത്തിയില്ലെങ്കിലും അതിന്റെ 50 or 60 75% എത്തണം, റൈറ്റ്? യു കാൻ ടെൽ സ്റ്റോറി ബിയോണ്ട് ദാറ്റ്, റൈറ്റ്? പിന്നെയും സ്റ്റോറി പറയാൻ പറ്റും, പക്ഷേ initially you can like 100% story പറയാം, and then it gets to 75%, 50%, 25%, and eventually you won't be able to tell any story, numbers മാത്രമേ കാണിക്കാൻ പറ്റും, right? So initially ആ സ്റ്റോറി പറഞ്ഞിട്ട് തന്നെ തുടങ്ങണം. അപ്പോൾ ആ സ്റ്റോറി ഹാസ് ടു ബി റിയലി റിയലി സ്ട്രോങ്, ആൻഡ് ദാറ്റ്സ് ദി സ്റ്റോറി പാർട്ട്. അതർ പാർട്ട് ഇസ് പ്രോസസ്. ആ പ്രോസസ് എന്ന് പറയുന്നത് ഐ തിങ്ക് യു ഷുഡ് സീ ഇറ്റ് ആസ് എ സെയിൽസ് പ്രോസസ്, റൈറ്റ്? ഒരു നോർമൽ സെയിൽസ് പ്രോസസ്സാണ്, റൈറ്റ്? നിങ്ങൾ കമ്പനീൻ്റെ 1% വിൽക്കുകയാണ്, അതിന് ഇൻവെസ്റ്റേഴ്സ് കാശ് തരാണ്, റൈറ്റ്? ഇറ്റ്സ് എ നോർമൽ സെയിൽസ് തിങ്, റൈറ്റ്? അപ്പോൾ 10% $1 കോടി തരികയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് പ്രോസസ് എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ അപ്രോച്ച്. സോ വിൽ ഹാവ് 100 ഇൻവെസ്റ്റേഴ്സ് ടു ടച്ച് ബേസ്. വിൽ ഹാവ് ടു കീപ് അപ്ഡേറ്റിംഗ് ദം, ആൻഡ് ഇവൻച്വലി അതിൽ 1% കൺവേർട്ട് ആവും, റൈറ്റ്? 2 or 3% കൺവേർട്ട് ആവും. അപ്പോൾ ഒരു സെയിൽസ് പ്രോസസ് പോലെ അത് കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ ദർ ആർ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ടു ദാറ്റ്. ലൈക്ക് യു വിൽ ബി ഡിസിപ്ലിൻഡ്, പ്ലസ് യു will be able to face rejections better, right? So sales obviously നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും വാങ്ങില്ല എന്ന്, റൈറ്റ്? വർക്ക് പിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ 3-4% ആൾക്കാർ വാങ്ങും. അപ്പോൾ if you run it as a sales process, I think that'll be great. And then updating these, like for example, അതിന് ഒരു നെറ്റ്വർക്ക് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് 6 മാസം കഴിഞ്ഞിട്ട് ഫണ്ട് റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവർ ഈവൻ ലൈക്ക് 1 year കഴിഞ്ഞ് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് ബിൽഡിംഗ് ഇൻ ദ റിലേഷൻഷിപ്പ് റൈറ്റ് നൗ. സോ ഇൻവെസ്റ്റേഴ്സിനോട് പോയിട്ട് അവരുടെ ഫീഡ്ബാക്ക് ചോദിക്കണം. ഇപ്പോൾ കാശ് റേസ് ചെയ്യുന്നില്ല, ഐ ജസ്റ്റ് വാണ്ട് യു ഫീഡ്ബാക്ക്, ദിസ് ദി ഐഡിയ, ദിസ് ദി ബിസിനസ് മോഡൽ എക്സെറ്റ്, എന്നിട്ട് അവർ ഫീഡ്ബാക്ക് കൊടുക്കണം. അപ്പോൾ ദർ ആർ 2 things you can gain by that. One is obviously നല്ല ഫീഡ്ബാക്ക് കിട്ടും. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കുറേ പിക്ചേഴ്സ് കണ്ട് കുറേ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ്, അവർ നല്ല ജെന്യൂൻ ഫീഡ്ബാക്ക് കിട്ടും. പ്ലസ് യു ബിൽഡ് എ റിലേഷൻഷിപ്പ്. സോ അവരെ I maintain a list called Friends of Entri, where I have like 150 to 200 investors all the time, and then our monthly or quarterly updates I chondukum, right? So you send quarterly updates to them. Yeah. So your major success, progress updates, like balance sheet numbers ഒക്കെ അയച്ചുകൊടുക്കും. So so that they are not direct investors. ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സിന് വേറെ അപ്ഡേറ്റ് ആണ്, ലൈക്ക് കോമൺ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്ക് വേറെ അപ്ഡേറ്റ്. സോ അപ്പോൾ അതാണ്. അപ്പോൾ ആ ഒരു ബേസിക്കലി ഡിപ്പെൻഡ് ആണ് ഇമെയിലാണ്. അപ്പോൾ ബേസിക്കലി ഈ മുമ്പ് തന്നെ ഈ ഫീഡ്ബാക്ക് എടുക്കുന്ന റിലേഷൻഷിപ്പ് ബിൽഡ് പ്രോസസ് തുടങ്ങി കഴിഞ്ഞാൽ യു ക്യാൻ ബിൽഡ് ദാറ്റ് നെറ്റ്വർക്ക്, റൈറ്റ്? 100 പേരോ അല്ലെങ്കിൽ 200 പേര് ഇൻവെസ്റ്റർ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ട് അവർക്ക് അപ്ഡേറ്റ് അയച്ചുകൊണ്ടിരിക്കാം. ആൻഡ് വെൻ യു ഹാവ് ടു മേക്ക് പ്രോഗ്രസ്. അപ്പോൾ പ്രോഗ്രസ് കാണുമ്പോൾ അവർ ഓക്കെ, ദിസ് ഗൈസ് മേക്കിംഗ് പ്രോഗ്രസ്, ദിസ് സ്റ്റാർട്ടപ്പ് ഇസ് മേക്കിംഗ് പ്രോഗ്രസ്, ആൻഡ് ദെൻ ദേ ഇവൻച്വലി ലൈക്ക് കുറച്ച് ആൾക്കാർ കൺവേർട്ട് ചെയ്യണം, കുറച്ച് ആൾക്കാർ റിപ്ലൈ ചെയ്യും, കുറച്ച് ആൾക്കാർ കോളിൽ കയറും, കുറച്ച് ആൾക്കാർ ഡയറക്റ്റ് കാണും, കുറച്ച് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും, റൈറ്റ്? സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഒരു സെയിൽസ് പ്രോസസ് പോലെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ബി എ ലോട്ട് ഈസിയർ. ആൻഡ് so these are the 2 parts, storytelling and sales. Is there a mentor or an advisor for ഈ റോളിൽ ഉണ്ടായിരുന്നു? How is it? അങ്ങനെ ലൈക്ക് സ്പെസിഫിക് മെൻറ്റേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഓബ്വിയസ്ലി കുറേ ആൾ ലൈക്ക് മുസ്തഫ പിസിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സൈഡിൽ നമ്മുടെ സ്വന്തം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഗുഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, US ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ലൈക്ക് കുറേ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഓബ്വിയസ്ലി ദേ ഓൾ ബീൻ സപ്പോർട്ടീവ്. ഇപ്പോൾ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ ലൈക്ക് സ്പെസിഫിക് മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ഇല്ല. പക്ഷേ എല്ലാം പഠിച്ചതാണ്, റൈറ്റ്? സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രണ്ട്സ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് ഞാൻ US ആക്സിലറേറ്റർ സമയത്ത് കിട്ടിയ ഒരു ഐഡിയ ആണ്, റൈറ്റ്? അല്ലെങ്കിൽ വേറെ ഒന്നും വായിച്ചിട്ട് മനസ്സിലാക്കിയതാണ്, റൈറ്റ്? റീഡിങ് കുറെ വായിക്കും അത്യാവശ്യം. അപ്പോൾ ഐ തിങ്ക് യു ഡിപെൻഡ് ഓൺ ബുക്സ് ഓർ ആർട്ടിക്കിൾസ്? ബോത്ത് ബുക്സ് ആൻഡ് ആർട്ടിക്കിൾസ്. അപ്പോൾ ആർട്ടിക്കിൾസും ബുക്സും ഫേവറേറ്റ് ബിസിനസ് ബുക്ക് യു ക്യാൻ സജസ്റ്റ്? one book, Shoe Dog എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്, നൈക്കിന്റെ ഫൗണ്ടറിന്റെ ബുക്കാണ്, റിയലി ഗുഡ്. I thought you will suggest hard things about hard things about that ഞാൻ പകുതി വായിച്ചിട്ട് മതിയൊക്കെ. Very depressing. Good book, I mean obviously, but very good book actually. Real scenarios കിട്ടുന്ന ബുക്കാണ്. Any other books to suggest for them? Early stage founders ആണെങ്കിൽ Lean Startup എന്ന് പറഞ്ഞൊരു Lean Startup, Eric Rice. Lean Startup ഉണ്ട്. And then I think Shoe Dog is really good. Shoe Dog is not technical, but I will also suggest reading technical books. Technical books as in not like programming books അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, like technical, like business building, accounting, like എല്ലാത്തിൻ്റെ ബേസിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എനിക്കും തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഫിനാൻസ്, ഇപ്പം ഞാനൊരു ബിടെക് ബാച്ചിലേഴ്സ് ആയിരുന്നു, എഞ്ചിനീയറിംഗ് ആയിരുന്നു. ബട്ട് വെൻ ഐ ഗെറ്റ് ഇൻ ടു MBA, then only I understood what a ഒരു ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ്, വാട്ട് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണിത്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാൻ അറിയാണ്ട്, ആ ലിറ്ററസി ഇല്ലാണ്ട് വി കാൻ ബിക്കം ആൻ ഓൺട്രപ്രണർ. എക്സാക്ട്ലി, അത് ഓൺ ദ സെയിം പേജ് ദേറാണ്. അപ്പോൾ again these books are good. I mean hard things, high output management, അങ്ങനത്തെ മാനേജ്മെന്റ് കൺസെപ്റ്റ്സും ലൈക്ക് ഇൻസ്പിറേഷൻ തരുന്ന കുറേ ബുക്സ് ഉണ്ട്. Those are important, but I think
equally or more important, maybe like these technical books, right? Finance, accounting. You can even take a small course in Coursera, something small course on a finance. Everything helps. Basically, right? Yeah. So, അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഒരു എബിഡ എന്താന്ന് ഹൗ ക്യാൻ യു അവരെ എബിഡ എന്നൊക്കെ പറയുള്ളൂ. They don't elaborate what it is. Right. So I think those are very important and sometimes jargons are good also. Right. It can convey basically അത് ലാംഗ്വേജ് ആണല്ലോ. They speak their language and if we don't get that it will be difficult. So I highly recommend those books as well. I mean വലിയൊന്നല്ല, എല്ലാത്തിൻ്റെയും ലൈക്ക് ബേസിക്സ് മനസ്സിലാക്കിയാൽ മതി, റൈറ്റ്? എല്ലാത്തിൻ്റെ ഡീപ്പ് പോകണമെന്നില്ല. ഇപ്പോൾ അക്കൗണ്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ യു കൻ ഹയർ യുവർ ഓൺ CA എക്സെട്ര, റൈറ്റ്? സോ എല്ലാത്തിൻ്റെ ബേസിക്സ് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് വെരി യൂസ്ഫുൾ റീഡിംഗ് ദോസ് ബുക്സ് ആസ് വെൽ. ഈവൻ ദ CAs പറയണത് മനസ്സിലാവണല്ലോ. ഓക്കെ. സോ നമ്മുടെ മെൻറ്ററിൻ്റെ പാട്ട് കഴിഞ്ഞു. ഇനി ബീയിങ് പേഴ്സണൽ ലൈഫ്, how you there are pressure, there are sleepless nights, how you handle those things? Because പുറത്ത് നോക്കുമ്പം entrepreneur is a star valued person, the star in a room, but in real life there are sleepless nights. അറിയില്ല. ബേസിക്കലി അത്ര സീരിയസ്ലി എടുക്കുന്ന ആളല്ല ബേസിക്കലി ഒന്നും. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അതെ, ലൈക്ക് പഠിച്ചെടുത്ത കാര്യമൊന്നുമല്ല, എല്ലാം ലൈക്ക് naturally like seriously എടുക്കാത്ത ഒരാളാണ്, റൈറ്റ്? സോ അപ്പോൾ again that also has downsides obviously. upper side like family terms നോക്കുന്ന കൈൻഡ് ഓഫ് ഇറസ്പോൺസിബിൾ എന്ന് വേണമെങ്കിൽ പറയാം, റൈറ്റ്? സോ അപ്പോൾ അത് എല്ലാത്തിലും ലൈക്ക് കൈൻഡ് ഓഫ് സ്പ്രെഡ് ആയിട്ടുണ്ട്, റൈറ്റ്? സോ I'm an irresponsible guy, right? So അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈഡിൽ irresponsible also you can be successful, right? Irresponsible in a good way maybe, but പക്ഷേ അത് കൈൻഡ് ഓഫ് ഇപ്പോൾ സൈഡിൽ സ്ട്രെസ് ഒന്നും കൂടുതൽ വരാത്ത രീതിയിൽ helpful ആവുന്നുണ്ട്, right? So obviously stress is there. I mean I'm not underestimating that factor, but again like I have been lucky a lot of times, right? So I'm like really grateful as well. I have been through these phases and obviously grateful to a lot of people, lot of circumstances, etc. But one thing that I constantly did was I never gave up, right? So our facing in there is this like cliche like, but there is this phase that when you're going through hell, like keep going, right? Don't stop. Adana basically I've kept going, and then obviously I like obviously hard work plus got lucky a lot of times, right? So grateful for that as well. Alhamdulillah. Okay, thank you very much for the wonderful evening with us, and എല്ലാ പ്രോഫ്കോണിൻ്റെ എല്ലാ സംഘാടകർക്ക് വേണ്ടിയും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്നെ ഹാവിങ് എ ഗുഡ് ഡിസ്കഷൻ എല്ലാവർക്കും വേണ്ടി നന്ദി പറയാണ്. ഫ്രം മീ ഓൾസോ പേഴ്സണലി നന്ദി പറയാണ് മുഹമ്മദ് ഹിഷാമുദ്ദീൻ്റെ അടുത്ത്. വി ആർ വിഷിങ് ഹിം ആൻഡ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മോർ സക്സസ്സിലേക്ക്, മോർ ദ ജെ കർവ് ഇങ്ങനെ മുകളിലോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ഹോൾ സെഷൻ. താങ്ക് യു വെരി മച്ച്. ജസാക്കല്ലാഹ് ഖൈർ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Wisdom Students presents To the Right Goal Through the Right Path. Let's Profcon. Profcon. Professional Students Global Conference.